ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, അതുമായിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളൊരു ഓണപ്പാട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള വിശേഷം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ റെക്കോർഡിംഗ് ആണ് ഇന്നുള്ളത്. അത് എഴുമറ്റൂർ അനീഷിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. പിന്നെ ഈ പാട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ പാട്ട് എഴുതിയിരിക്കുന്നത് സന്ധ്യയാണ്, കമ്പോസ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് അനീഷാണ്. ഇതാണ് അതിൻ്റെ ഔട്ട്ലൈൻ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ, അത് നമ്മുടെ പ്രിയപ്പെട്ട ഷിബു ചേട്ടനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. എന്തായാലും പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ, അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ബൈ. മടത്തിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ സ്ഥിരം ചെറിയൊരു ചായക്കടയുണ്ട്. നല്ല കടയാണ്. നല്ല കട എന്ന് പറഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് അവിടെ കിട്ടുന്ന ഫുഡ്, ചായ ഒക്കെ നല്ലതാണ്. സാധാരണ തിരക്കുള്ള കടകളിൽ ഈ എണ്ണയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ കാണുമായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നല്ല എണ്ണയാണ്. കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പം അവിടെ പോയി ചായയൊക്കെ കുടിച്ചു. അങ്ങനെ മല്ലപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈതപ്പം 2 ഏത്തക്കാപ്പം കഴിച്ചു. 2 ഏത്തക്കാപ്പം. അനീഷിനൊരു 4 ഏത്തക്കാപ്പം കഴിച്ചു. കഴിക്കട്ടെ, പണിയെടുക്കാനുള്ളതല്ലേ. പൗരാണികമായി യെസ്, നമ്മളങ്ങനെ അനീഷിൻ്റെ തെക്കേക്കര ഡെസിബൽ സ്റ്റുഡിയോയിൽ വന്ന് അതെടുത്തോ. ഇത് പാലം നന്നായി. പുറകെയുണ്ട്. യെസ്, സാർ പണിയിലാണ്, പണിപ്പുരയിലാണ്. പിന്നല്ലാണ്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത്. എന്താണ് ബീപ്പൊക്കെ? അയ്യോ, ശരിയാണല്ലോ. ഞാനും അനീഷും 2012 മുതലുള്ള പരിചയമാണ്. ഞങ്ങൾ തിരുവനന്തപുരം കെൽട്രോണിൽ ഒരുമിച്ചാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചത്. അവിടെ നിന്നുള്ളൊരു സൗഹൃദമാണ്. അതിനുശേഷം ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടേ ഉള്ളൂ അവിടെ പഠിച്ചവരിൽ ഇത്രയും കോണ്ടാക്റ്റിലുള്ളത്. അതിനൊരു കാരണമുണ്ട്, ഞങ്ങൾ അടുത്തടുത്താണ്. ഒരുപാട് ദൂരമില്ലൊരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അത്രയേ ഉള്ളൂ. തന്നെത്താൻ എഴുതിയല്ലേ, കഷ്ടപ്പെട്. ഓക്കെ. ഞാൻ പറഞ്ഞ സാധനങ്ങൾ ചെയ്യണം. കുറച്ച് പരിപാടി വോക്കലിനകത്ത് കുറച്ച് പരിപാടികൾ ചെയ്യേണ്ടി വരുമായിരിക്കും. വോക്കലിനകത്ത് മീൻസ് കുറച്ച് ചോപ്പിങ് പരിപാടികളെ, അതിപ്പോൾ ലാസ്റ്റ് കേട്ടപ്പോഴാണ് തോന്നിയത്. അത് നമുക്ക് സെറ്റ് ചെയ്യാം. യെസ്, അങ്ങനെ നമ്മുടെ പാട്ടിൻ്റെ റെക്കോർഡിങ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, ഇതാണ് അനീഷിൻ്റെ സ്റ്റുഡിയോ. റെക്കോർഡിങ് കാര്യങ്ങൾ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഇതധികം വൈകാതെ തന്നെ ഈ പാട്ട് പുറത്തിറക്കും. ഇന്നല്ല, ഏകദേശം നമുക്കൊരു എന്നത്തേക്ക് ഇറക്കാമായിരിക്കും, ഓഗസ്റ്റ്. അപ്പം ഓഗസ്റ്റ് 10-ാം തീയതിക്ക് മുൻപ് തന്നെ നമുക്കിത് ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് നടക്കും എന്ന് ഉറച്ച വിശ്വാസമാണ്. പാട്ടിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇത് വോക്കലിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം നാദസ്വരം ലൈവ് എടുക്കാനുണ്ട്. അത് നമ്മൾ നാളെ എടുക്കും. പിന്നെ എടുത്ത് പറയാനുള്ളത്, ഇത് നമുക്ക് വേണ്ടിയിട്ട് ഈ വർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ഷിബു ചേട്ടനാണ്. ഷിബു പോൾ, ഓസ്ട്രേലിയ. ഷിബു ചേട്ടനെ ഒരു ക്രിസ്മസ് പാട്ടിൻ്റെ വർക്കിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞങ്ങൾ 2-3 വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അതിനുശേഷം ഈ പ്രാവശ്യം അദ്ദേഹം നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണിത്. ഇത് ഗംഭീരമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളങ്ങനെ കാസി കിച്ചണിലെത്തി ഗൈസ്. പോട്ടെ, തോന്നി. ഞാൻ ഇന്നലെ ജിപ്സനോട് പറഞ്ഞു നാളെ വയറൊക്കെ കാലിയാക്കി വരാമെന്ന് പറഞ്ഞു. അതാകുമ്പം വയറ് നിറച്ച് കഴിക്കാമായിരുന്നു. സത്യം, ആ പറഞ്ഞത് കാര്യമായിപ്പോയി. 4 മണിക്ക് ശേഷം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. യെസ്, അപ്പോൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. ഞാനും ഉണ്ട്, ഇതുമുണ്ട്. എൽസും സന്ധ്യയും ജിപ്സനും അവരകത്താണ്, കുഞ്ഞിയും അകത്താണ്. അവർ
അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് പുറത്തിറങ്ങി. അപ്പം ഇന്ന് പാട്ട് റെക്കോർഡിങ്ങും പിന്നെ നമ്മുടെ ഫുഡടിയും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പരിപാടി. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം ജിപ്സനെയും ഫാമിലിയെയും കൊണ്ട് വീട്ടിൽ വിടണം. ഞങ്ങൾക്ക് തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് പോകണം. ഇത്രയും പരിപാടികളേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി എത്തുന്നവരെ എല്ലാവർക്കും ബൈ.